സുരേഷ് ഗോപി ഡൽഹിയിലേക്ക് പുറപ്പെടുകയാണ്. മൂന്നാം മോദി സർക്കാരിന്റെ ഭാഗമാകാൻ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി സുരേഷ് ഗോപി തിരുവനന്തപുരത്തെ വസതിയിൽ നിന്ന് ഡൽഹിയിലേക്ക് പോവുകയാണ്. ബാഗുകളൊക്കെ പാക്ക് ചെയ്ത് കാറിൽ കയറ്റി കഴിഞ്ഞു. ഇനി സുരേഷ് ഗോപി വരാനുള്ള കാത്തിരിപ്പാണ്. 12:30ക്കാണ് ഡയറക്റ്റ് ഫ്ലൈറ്റ് ഫ്രം തിരുവനന്തപുരം ടു ഡൽഹി. അതിൽ സുരേഷ് ഗോപി ഡൽഹിയിലേക്ക് പോകും. കേന്ദ്രമന്ത്രിസഭയുടെ ഭാഗമാകുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. ഇപ്പോഴും നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല, കാരണം BJP ആണ്. അതീവ രഹസ്യ സ്വഭാവത്തിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ വരെ ഉറപ്പായിരുന്നു. അവിടെ നിന്നാണ് ഇന്ന് രാവിലെ ഈ ട്വിസ്റ്റുകളൊക്കെ സംഭവിക്കുന്നത്. എന്തായാലും ആദ്യം 6:10 ഫ്ലൈറ്റിന് പോകുമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് 8:30 കണക്ഷൻ ഫ്ലൈറ്റിന് പോകുമെന്ന് പറഞ്ഞു. ഇപ്പോൾ 12:30 ഫ്ലൈറ്റിൽ സുരേഷ് ഗോപി ഡൽഹിയിലേക്ക് പോകാൻ പോവുകയാണ്. കുടുംബസമേതമായിരിക്കും ഒരു പക്ഷേ യാത്ര. നരേന്ദ്രമോദി നേരിട്ട് സുരേഷ് ഗോപിയെ അല്പസമയം മുൻപ് വിളിച്ചു, ഡൽഹിയിലേക്ക് എത്താൻ ക്ഷണിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 12:30 ഫ്ലൈറ്റിൽ സുരേഷ് ഗോപി ഡൽഹിയിലേക്ക് പുറപ്പെടും. ഒരുക്കങ്ങളൊക്കെ വസതിയിൽ പൂർത്തിയായിട്ടുണ്ട്. ബാഗ് പാക്ക് ചെയ്തു, കാറിൽ കയറ്റി കഴിഞ്ഞു. ഇനി സുരേഷ് ഗോപി എപ്പോൾ ഏത് നിമിഷം പുറത്തേക്ക് വരും, അതിനുള്ള കാത്തിരിപ്പിലാണ്. എന്തെങ്കിലും മാധ്യമങ്ങളോട് സംസാരിക്കുമോ, അതും നമ്മൾ കാത്തിരിക്കുകയാണ്. 11:30ക്കാണ് ചായ സൽക്കാരം. അതിലെന്തായാലും സുരേഷ് ഗോപിക്ക് പങ്കെടുക്കാൻ കഴിയില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. പക്ഷേ 4 മണിക്ക് മറ്റൊരു ഔദ്യോഗിക സൽക്കാരം കൂടിയുണ്ട്. അതിൽ ഒരു പക്ഷേ സുരേഷ് ഗോപിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞേക്കും. കാരണം 3 മണിക്കൂർ ഫ്ലൈറ്റ് സമയം കൂട്ടിയാൽ പോലും അവിടേക്ക് എത്താൻ പറ്റേണ്ടതാണ്. എന്തായാലും 7:15 രാഷ്ട്രപതി ഭവനിൽ സത്യപ്രതിജ്ഞാ ചടങ്ങ് മൂന്നാം മോദി സർക്കാരിന്റെ. അതിൽ പങ്കെടുക്കാൻ വേണ്ടി സുരേഷ് ഗോപി പുറപ്പെടുകയാണ് തിരുവനന്തപുരത്ത് നിന്ന്. സ്റ്റെഫിൻ പറയൂ, എപ്പോൾ ഇറങ്ങും സുരേഷ് ഗോപി? സമയത്തിനകം തന്നെ ഇറങ്ങുമെന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം അതിന് വേണ്ടുന്ന ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയായി. ഇപ്പോൾ ഏതായാലും നമ്മളൊരു സിനിമ സ്റ്റൈലിൽ സുരേഷ് ഗോപിയുടെ ഒരു എൻട്രിക്ക് വെയിറ്റ് ചെയ്യുന്നത് പോലെയാണ് യഥാർത്ഥത്തിൽ ഈ വീട്ടിന് മുന്നിൽ നിൽക്കുന്നത്. കാരണം അദ്ദേഹം പോകുമെന്ന കാര്യം ഉറപ്പായിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതനുസരിച്ച് 12:30 വിമാനത്തിലല്ല, പ്രത്യേകം ചാർട്ട് ചെയ്ത വിമാനത്തിൽ അദ്ദേഹം പോകുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും അദ്ദേഹം ഇനി വരേണ്ട ഒരു താമസം മാത്രമേ ഉള്ളൂ. അദ്ദേഹം വരും, ഒരുപക്ഷെ മാധ്യമങ്ങളോട് പ്രതികരിക്കുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും അദ്ദേഹത്തിന്റെ സാധനങ്ങളെല്ലാം തന്നെ വാഹനത്തിലേക്ക് കയറ്റിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. അദ്ദേഹത്തിന്റെ വീട്ടിലുള്ള ആളുകളൊക്കെ തന്നെ ഈ മുൻവശത്തൊക്കെ തന്നെ ഉണ്ട്. അതോടൊപ്പം തന്നെ വാഹനത്തിൽ എല്ലാ സാധനങ്ങളെല്ലാം തന്നെ കയറ്റിയിട്ടുണ്ട്. അത് ഒരു സൂചന തന്നെയാണ്. കൃത്യമായി അദ്ദേഹം ഉടൻ തന്നെ പോകുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 12:30 ആണ് അദ്ദേഹത്തിന്റെ നേരത്തെ നമ്മൾ മനസ്സിലാക്കിയതനുസരിച്ച് വിമാനം പുറപ്പെടേണ്ടത്. അപ്പോൾ അദ്ദേഹത്തിന്റെ ബന്ധുവാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ അദ്ദേഹത്തിന്റെ ഭാര്യയുടെ ബന്ധുവാണ്. നേരത്തെ ആശംസ അറിയിക്കാൻ വേണ്ടി എത്തിയതാണ്. അവരൊക്കെ തന്നെ വീട്ടിൽ വന്ന് മടങ്ങുന്ന ഒരു കാഴ്ചകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അങ്ങനെ ഒരുപാട് പേരൊക്കെ തന്നെ അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ ഇങ്ങോട്ടേക്ക് വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അതോടൊപ്പം കൂടുതൽ പോലീസ് അംഗങ്ങൾ ഇപ്പോൾ ഏതായാലും ഈ വീട്ടിന് മുൻപിലേക്ക് എത്തിയിട്ടുണ്ട്. വാഹനം പോകുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ അവർ അവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഒരു സർപ്രൈസ് എൻട്രി നമ്മൾ പ്രതീക്ഷിക്കുന്നത് അദ്ദേഹത്തിൻ്റെതാണ്. സിനിമ സ്റ്റൈലിൽ അദ്ദേഹം വീട്ടിന് മുന്നിലേക്ക് സാധാരണ വരുന്നത് പോലെ എത്തി അദ്ദേഹം മാധ്യമങ്ങളോട് ഇക്കാര്യങ്ങളെല്ലാം തന്നെ വിശദീകരിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ നമുക്ക് കഴിയുന്നത്. ഇപ്പോൾ അദ്ദേഹത്തിന് പോകുന്നതിന് വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ അദ്ദേഹം ഈ വീട്ടിൽ നിന്ന് സ്റ്റെഫിൻ, ഇത് നോക്കൂ. സ്റ്റെഫിൻ നേരത്തെ പറഞ്ഞു, നമ്മളെല്ലാവരും ഇങ്ങനെ അക്ഷമരായി കാത്തിരിക്കുകയാണ്. നേരത്തെ ബാഗ് പുറത്തേക്കാണ്, ഇപ്പോൾ ബാഗ് വീണ്ടും അകത്തേക്ക് കൊണ്ടുപോവുകയാണ്. ഇതിങ്ങനെ ട്വിസ്റ്റുകൾ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണോ സ്റ്റെഫിൻ? അതെ ആര്യ, അതാണ് ഞാനൊരു ഒരു നിമിഷം ഒന്ന് ഒരു അവ്യക്തത എനിക്കും ഉണ്ടായി. കാരണം അദ്ദേഹത്തിന്റെ നേരത്തെ നമ്മൾ കണ്ടു, അദ്ദേഹത്തിന്റെ ബാഗ് വണ്ടിക്കകത്തേക്ക് വയ്ക്കുന്നു. പിന്നീട് ഇപ്പോൾ അല്പം മുമ്പ് ആര്യ കണ്ടതുപോലെ തന്നെ ആ വാഹനത്തിൽ നിന്ന് ബാഗ് വീണ്ടും അകത്തേക്ക് കൊണ്ടുപോയിരിക്കുന്നു. പക്ഷെ ഒടുവിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതനുസരിച്ച് അദ്ദേഹം വീണ്ടും പോകുമെന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ
കഴിയുന്നത്. പക്ഷേ ഇതെന്താണ് സംഭവിക്കുന്നതെന്നൊന്നും പറയാൻ കഴിയുന്നില്ല. ഏതായാലും സിനിമകളെ വെല്ലുന്ന തരത്തിലുള്ളൊരു ട്വിസ്റ്റുകളാണ് യഥാർത്ഥത്തിൽ രാവിലെ മുതൽ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ഏറ്റവും പ്രധാനമായും പോകേണ്ട ഒരു കാര്യമുണ്ട്. അദ്ദേഹത്തിന് പ്രത്യേകമായി ക്ഷണം ഉണ്ടാകുമെന്നുള്ളത് തന്നെയായിരുന്നു നേരത്തെ മനസ്സിലാക്കിയിരുന്നത്. അദ്ദേഹം പോകുമെന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ രാവിലെ 6:10 പോകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അതുണ്ടായില്ല. 8:30 അദ്ദേഹം പോകുമെന്ന് പ്രതീക്ഷിച്ചു. അതുണ്ടായില്ല. എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു സ്ഥിതിയാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഒടുവിൽ ഔദ്യോഗികമായ ഒരു അറിയിപ്പ് അദ്ദേഹത്തിന് ലഭിച്ചു. അങ്ങനെ 12:30 അദ്ദേഹം പുറപ്പെടും എന്ന് മനസ്സിലാക്കുന്നു. പക്ഷേ ഇപ്പോഴും ചില അവ്യക്തതകൾ നിലനിൽക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. കാരണം അദ്ദേഹം പോകുമെന്ന് ഉറപ്പിച്ചതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ പോലീസും അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളും ഒക്കെ തന്നെ ഇവിടെ എത്തിയിരുന്നത്. പക്ഷേ ഇപ്പോൾ എന്താണ് ഈ വീട്ടിൽ സംഭവിക്കുന്നത് എന്ന് നമുക്ക് പറയാൻ കഴിയാത്ത ഒരു സ്ഥിതിയാണ് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ ശാസ്തമംഗലത്തെ ലക്ഷ്മി എന്ന വീടിന് മുൻപിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കി പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ സാധനങ്ങൾ വാഹനത്തിലേക്ക് കയറ്റുന്നു. പിന്നീട് അല്പം മുമ്പ് കണ്ടതുപോലെ തന്നെ ആ പെട്ടിയും സാധനങ്ങളും ഒക്കെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന ഒരു കാഴ്ച. ഇനി ഏതായാലും നമ്മളേറെ ഉറ്റുനോക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണമാണ്. അത് അല്പസമയത്തിനകം തന്നെ ലഭിക്കുമെന്നുള്ളതാണ് ഏറെ പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ 3ാം മോദി സർക്കാരിൽ അദ്ദേഹത്തിന് പ്രത്യേകമായ ഒരു സ്ഥാനം, ഒരു കേന്ദ്രമന്ത്രി സ്ഥാനം മലയാളിക്ക് ഉണ്ടാകും എന്നുള്ളതാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. പക്ഷേ അക്കാര്യത്തിലൊക്കെ തന്നെ ഒരു അവ്യക്തത ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഏതായാലും സുരേഷ് ഗോപി പോകും, അല്പസമയത്തിനകം തന്നെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങും എന്നാണ് നമുക്ക് ഇവിടെ നിന്നും പറയാൻ കഴിയുക. ആര്യ, ശരി, എന്തായാലും ഒരു സിനിമ കാണുന്നത് പോലെ വളരെ ട്വിസ്റ്റുകൾ സുരേഷ് ഗോപിയുടെ ഈ ഡൽഹി യാത്രയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ തിരുവനന്തപുരത്തെ വസതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളെല്ലാവരും, നമ്മുടെ പല പ്രേക്ഷകരും നമ്മുടെ ക്യാമറയ്ക്ക് സൂമിനൊന്നും പോരാ, കുറച്ചുകൂടി നന്നായി സൂം ചെയ്യുമെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും വളരെ ട്വിസ്റ്റുകൾ, സസ്പെൻസ് ഒക്കെയാണ് ഈ സുരേഷ് ഗോപിയുടെ ഡൽഹി യാത്രയുമായി ബന്ധപ്പെട്ട്. ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞു. 12:30 തിരുവനന്തപുരത്ത് നിന്ന് ഡൽഹിയിലേക്കുള്ള ഡയറക്റ്റ് ഫ്ലൈറ്റ്. അതിൽ സുരേഷ് ഗോപി ഡൽഹിയിലേക്ക് പുറപ്പെടും എന്നാണ് മനസ്സിലാകുന്നത്. അങ്ങനെയാണെങ്കിൽ അല്പസമയത്തിനകം തന്നെ അദ്ദേഹം യാത്ര തിരിക്കണം. ഇനിയും എന്താണ് വൈകുന്നതെന്ന് അറിയില്ല. ഒരുപക്ഷെ അല്പസമയത്തിനകം തന്നെ സുരേഷ് ഗോപി പുറത്തേക്ക് വരുമായിരിക്കും. മാധ്യമങ്ങളോട് സംസാരിക്കുമെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. എന്തായാലും ഡൽഹിയിൽ നിന്ന് നരേന്ദ്രമോദി നേരിട്ട് തന്നെ ഡൽഹിയിലേക്ക് എത്താൻ ക്ഷണിച്ചിട്ടുണ്ട് സുരേഷ് ഗോപിയെ. ഇനി നമുക്ക് 2 കാര്യങ്ങളാണ്. കേന്ദ്രമന്ത്രി, സ്വതന്ത്ര ചുമതലയുള്ള കേന്ദ്രമന്ത്രി ആയിരിക്കുമോ എന്നുള്ള കാര്യത്തിലൊക്കെ ഏത് വകുപ്പായിരിക്കും, അതൊക്കെ ഇനി അറിയേണ്ടതുണ്ട്. എന്തായാലും ഡൽഹിയിലേക്ക് പോകും സുരേഷ് ഗോപി എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 12:30 ഫ്ലൈറ്റിൽ പോകും. ആദ്യം ഇന്നലെയൊക്കെ ഉറപ്പിച്ചതാണ് ഇന്ന് 6:10 ഫ്ലൈറ്റിൽ കുടുംബസമേതം ഡൽഹിയിലേക്ക് പോകുമെന്ന്. 6:10 പോകാതിരുന്നപ്പോൾ 8:30 ഫ്ലൈറ്റിൽ പോകുമെന്ന് നമ്മൾ വിചാരിച്ചു. പക്ഷെ അതും ഉണ്ടായില്ല. അത് കഴിഞ്ഞാണ് ഈ ട്വിസ്റ്റുകളൊക്കെ പോകുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിലേക്കൊക്കെ എത്തിയത്. എന്തായാലും ഇനി അടുത്ത ഫ്ലൈറ്റ് അത് 12:30 12:30 ഡൽഹിയിലേക്ക് സുരേഷ് ഗോപി പുറപ്പെടും എന്ന് നമുക്ക് അനുമാനിക്കാം. ഡൽഹിയിൽ നിന്ന് നേരിട്ട് BJP കേന്ദ്ര നേതൃത്വം നരേന്ദ്രമോദി തന്നെ സുരേഷ് ഗോപിയുടെ ഡൽഹിയിലേക്ക് എത്താൻ പറഞ്ഞിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ വീണ്ടും ബാഗ് കാറിലേക്ക് കയറ്റുകയാണ്. അപ്പം എന്തായാലും ഏകദേശം ഉറപ്പിക്കാം അദ്ദേഹം പോവുമെന്ന്. സുരേഷ് ഗോപിക്ക് ക്യാബിനറ്റ് റാങ്കോ സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രി സ്ഥാനമോ ഇതിൽ ഏതാണ് എന്ന കാര്യത്തിൽ നമുക്ക് ഇപ്പോഴും ഒരു ക്ലാരിറ്റി ഇല്ല. എന്തായാലും ബാഗൊക്കെ കാറിൽ കയറ്റി കഴിഞ്ഞു. ഇനി സുരേഷ് ഗോപി എപ്പോൾ പുറത്തേക്ക് വരും? നേരത്തെ സ്റ്റെഫിൻ പറഞ്ഞതുപോലെ ഒരു സിനിമ സ്റ്റൈൽ എൻട്രി ആണ് നമ്മൾ ഇനി പ്രതീക്ഷിക്കുന്നത്. ബാഗുകൾ കയറ്റി കഴിഞ്ഞു. സുരേഷ് ഗോപി ഉറപ്പിക്കാം, സുരേഷ് ഗോപി ഡൽഹിയിലേക്ക് പോവുകയാണ്. 12:30 ഫ്ലൈറ്റിൽ സുരേഷ് ഗോപി തിരുവനന്തപുരത്ത് നിന്ന് ഡൽഹിയിലേക്ക് പുറപ്പെടും. വൈകിട്ട് 7:15 സത്യപ്രതിജ്ഞ ചടങ്ങ്. 4 മണിക്ക് മറ്റൊരു ഔദ്യോഗികമായ ചായ സൽക്കാരമുണ്ട്. അതിൽ സുരേഷ് ഗോപിക്ക് പങ്കെടുക്കാൻ കഴിയേണ്ടതാണ്. എന്തായാലും സുരേഷ് ഗോപി അല്പസമയത്തിനകം തന്നെ തിരുവനന്തപുരത്ത് നിന്ന് ഡൽഹിയിലേക്ക് പോവുകയാണ്.